Thank you, sir. Thank you. Thank you. Good morning. Good morning. Good morning, madam. Good morning, madam. Good morning. Very, very good morning. Good morning. Morning, all. Good morning. മറ്റൊരു മനോഹരമായ ദിവസത്തിലേക്ക് നമ്മൾ എല്ലാവരും കിടക്കുകയാണ് അല്ലേ? Good morning. ഗുഡ് മോർണിംഗ്. ഓക്കെ, then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 things you must do on everyday life. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സെഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 10 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു ആ 2 കാര്യങ്ങൾ? എനിക്കാൻ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, എപ്പോഴത്തെയും പോലെ മൈക്ക് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. മാക്സിമം എല്ലാവരും വീഡിയോയിൽ വരിക കേട്ടോ. ഇവരൊക്കെ വീഡിയോ ആണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആ 2 കാര്യങ്ങൾ? ഓക്കെ, നമുക്ക് റെക്കോർഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സെഷൻ കണ്ടിന്യൂഷൻ ആണ് വരുന്നതെങ്കിൽ കഴിഞ്ഞ സെഷൻ ഡെഫിനറ്റ്ലി കാണുക, റെക്കോർഡ് ലഭിക്കും. ഓക്കെ, 10 things you must do on your everyday life. നമ്മളെ ആറ്റിറ്റ്യൂഡ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെ? ഇതിനെ രണ്ടിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആറ്റിറ്റ്യൂഡ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ, നമ്മളതിൽ എങ്ങനെ മാറ്റം വരുത്തണം, അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എങ്ങനെ ചേഞ്ച് ആവും അല്ലേ? ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, am I audible? Audible അല്ലേ? യെസ്, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ബാക്കി, സെൽഫ് ഡിസിപ്ലിൻ, ചലഞ്ചിങ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്, ടൈം മാനേജ്മെന്റ്, ദെൻ ബിൽഡ് യുവർ നോളജ്. ഓക്കെ, ഈ 4 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ആറ്റിറ്റ്യൂഡും കമ്മ്യൂണിക്കേഷനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേണ്ടത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ
നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മുടെ ലൈഫിന്റെ പാർട്ടാക്കി മാറ്റേണ്ടത്, വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. ചലഞ്ചിങ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണെന്നൊക്കെ നമ്മൾ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ചലഞ്ച് ചെയ്യണം. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് കാര്യമില്ല, അതിനെ ചലഞ്ച് ചെയ്യണം. ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് വേണം അല്ലെ? ഓരോ സെഷനിലും ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ ഒരു ടോപ്പിക് കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ബിൽഡ് യുവർ നോളജ്. അപ്പൊ ഈ ഒരു 4 പോയിന്റ് ആണ് ഇന്നുള്ളത്. സോ ദെൻ സെൽഫ് ഡിസിപ്ലിൻ. വാട്ട് ഈസ് സെൽഫ് ഡിസിപ്ലിൻ? എന്താണ് സെൽഫ് ഡിസിപ്ലിൻ? എന്താണ് സെൽഫ് ഡിസിപ്ലിൻ? ഒരാൾ പറയൂ, കേൾക്കട്ടെ. നിങ്ങളുടെ ഐഡിയയിലുള്ള, നിങ്ങളുടെ മൈൻഡിലുള്ള സെൽഫ് ഡിസിപ്ലിൻ എന്താണ്? എന്തിനാണ് സെൽഫ് ഡിസിപ്ലിൻ വേണ്ടത്? ഓക്കെ, സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് വിടാം. എന്തിനാണ് സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് വേണ്ടത്? എന്തുകൊണ്ടാണ് ഇത് വേണമെന്ന് പറയുന്നത്? ഹലോ. വിത്തൗട്ട് സെൽഫ് ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഇല്ലെങ്കിൽ ഓക്കെ പറയൂ. അതായത് നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു വിജയത്തിന് ഒരു അടുക്കും ചിട്ടയും ഒരു ഒക്കെ വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സെൽഫ് ഡിസിപ്ലിൻ. ഉദാഹരണമായിട്ട് രാവിലെ നേരത്തെ എണീക്കുക, ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അങ്ങനെ പോസിറ്റീവ് തിങ്കിങ്, ഇതെല്ലാം ഉണ്ടായിരിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തിനൊരു ചിട്ട ഉണ്ടാവും. അപ്പോൾ സോൾജേഴ്സിന് അവരുടേതായ ചില ഡിസിപ്ലിൻ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന അടുക്കും ചിട്ടയും. അതെ, വിദ്യാർത്ഥികൾക്ക് അവരുടേതായ ഡിസിപ്ലിൻ വേണം. എന്നാലും അവർക്ക് പഠനത്തിലും അതൊക്കെ ഒരു വിജയിക്കാൻ സാധ്യതയുള്ളൂ. അതെ, എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലായിരിക്കില്ല ഈ പറഞ്ഞ പോലെ സെൽഫ് ഡിസിപ്ലിൻ വരിക. പെർസ്പെക്റ്റീവ്സ് അനുസരിച്ചായിരിക്കും. ഇപ്പോ സ്റ്റുഡൻസിനാണെങ്കിൽ അതിന്റെ അനുസരിച്ചായിരിക്കും. അങ്ങനെ ഓരോ ആളുകൾക്കും അവരുടേതായ രീതിയിലുള്ള സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. പിന്നെ സൊസൈറ്റൽ ഫാക്ടർ ആയിട്ട് വരുന്ന കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതൊരു അടുക്കും ചിട്ട എന്ന് പറയുന്ന പോലെ, വിത്തൗട്ട് സെൽഫ് ഡിസിപ്ലിൻ സക്സസ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ എന്ന കാര്യം നമ്മുടെ ലൈഫിൽ നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ഒരുപാട് സക്സസിന് വേണ്ടി നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫ് നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടില്ല. ഇന്ന് ചെയ്യുന്നതായിരിക്കില്ല നാളെ ചെയ്യുക, വ്യത്യാസം വരും. ആ ഒരു രീതിയിൽ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ് ഇല്ലാതെ നമ്മൾ പോകും. പ്രത്യേകിച്ച് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിൽ ലൈഫ് പോകുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും. ഈ 2 കാര്യങ്ങളും ബാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ബാധിക്കും. ഇതെല്ലാം ഓൾമോസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ കണക്റ്റഡ് ആണ്. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കണക്റ്റഡ് ആണ്. നമ്മുടെ ലൈഫും ബിസിനസ്സും നമ്മുടെ ജോബും എല്ലാം കണക്റ്റഡ് ആണ്. സ്റ്റഡീസും എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താകും? നമുക്ക് നമ്മുടെ ആ ഒരു ഡിസയറിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനിലോട്ട്, നമ്മുടെ ഗോളിലോട്ട് നമുക്ക് എത്താൻ കഴിയില്ല. സക്സസ് ആണ് നമുക്ക് വേണ്ടത്, ആ സക്സസിലോട്ട് നമുക്ക് എത്താൻ കഴിയില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കൂടെ എന്ത് വേണം? നമുക്ക് കൃത്യമായൊരു സെൽഫ് ഡിസിപ്ലിൻ വേണം. ഓക്കെ, പല കാര്യങ്ങൾ ഉണ്ടാവും സെൽഫ് ഡിസിപ്ലിൻ ആവുമ്പോൾ. നോട്ട് ഓൺലി എ മാറ്റർ, ഒരു കാര്യത്തിൽ മാത്രം സെൽഫ് ഡിസിപ്ലിൻ അല്ല, എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു വിൽ പവർ കൊണ്ടല്ല. നമുക്കൊരു വിൽ പവർ ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ
സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് നടക്കാൻ അത്യാവശ്യം കുറച്ച് ഗഡ്സ് ഒക്കെ വേണം, വിൽ പവർ ഒക്കെ വേണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവുക. തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ട് നടക്കാൻ കഴിയില്ല. അങ്ങനെയല്ല. ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് എ സ്മാൾ ഓക്കെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സുകൾ നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ടത്. എന്ന് പറയുന്ന പോലെ തന്നെ ഇന്നൊരു ദിവസം ഞാൻ നാളെ തൊട്ട് കംപ്ലീറ്റ്ലി സെൽഫ് ഡിസിപ്ലിൻഡ് ആവാൻ പോവുകയാണ്, മുഴുവനായിട്ട് ഞാൻ ചേഞ്ച് ആവുകയാണ്. നമ്മളൊരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കി അതിനനുസരിച്ച് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് ഇന്ന് എങ്ങനെയാണോ പോകുന്നത് അതിന്റെ എക്സ്ട്രീം വ്യത്യാസത്തിലുള്ള ഒരു രീതിയിലായിരിക്കും നമ്മുടെ ലൈഫ് വീണ്ടും നമ്മൾ എടുക്കുക. അപ്പൊ അതെടുക്കുമ്പോൾ നമുക്ക് എന്താവും, നമ്മൾ ബേൺ ഔട്ട് ആയി പോകും, എക്സോസ്റ്റഡ് ആവും. കാരണം നമ്മൾ ശീലമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പരിചയമില്ലാത്ത കാര്യങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പെട്ടെന്ന് ഈ ഒരു മാറ്റത്തെ അഡ്ജസ്റ്റ് ചെയ്യാനോ മനസ്സിലാക്കാനോ അതെന്താണ് ആ മാറ്റം എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കാതെ വരും. അത് വന്നു കഴിഞ്ഞാല് ഒബ്വിയസ്ലി എന്താവും, എക്സോസ്റ്റഡ് ആയി പോവും, പൊട്ടിത്തെറിക്കും, നമ്മളെ കൊണ്ട് പറ്റില്ല, ബേൺ ഔട്ട് ആവും. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാം, ഡെയിലി മാറ്റം. അതുകൊണ്ടാണ് ഈ എവറി ഡേ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതിൽ ഈ സെൽഫ് ഡിസിപ്ലിൻ വരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ മാറണം എന്നല്ലല്ലോ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ദിവസം ചെറിയ മാറ്റം, അടുത്ത ദിവസം കുറച്ചും കൂടി കൂടുതൽ മാറ്റം, അടുത്ത ദിവസം കുറച്ചും കൂടി കൂടുതൽ മാറ്റം. അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറച്ചധികം സമയം കഴിയുമ്പോൾ, മാസം കഴിയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു വിൽ പവറിന്റെ ആവശ്യമൊന്നുമില്ല, ഗഡ്സിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. ദ പാർട്ട് ഓഫ് അവർ ലൈഫ് എന്നുള്ള പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ജീവിതത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഇല്ല, ഇല്ലേ? നമ്മുടെ ദൈനംദിനം നമ്മൾ ലൈഫിൽ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അത് കുറച്ചായിട്ട് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറും, ഒരു ഹാബിറ്റ് ആയിട്ട് മാറും. ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാതായി മാറും. ബുദ്ധിമുട്ടില്ലാണ്ട് എക്സോസ്റ്റഡ് ആവാതെ നമുക്ക് കൂളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് പോവാൻ പറ്റും. അങ്ങനെ നമ്മള് മൊത്തത്തിൽ മാറ്റം വരും, നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ വരും. ഈ അടുക്കും ചിട്ടിയും വരുന്നതോടുകൂടി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ എണീക്കുന്ന കാര്യം വരുമ്പോ നമുക്ക് എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കിടക്കാൻ ഒരുപാട് വൈകിട്ടാവും കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പകല് വരുന്ന മോർണിംഗ് ഡേ ടൈമിൽ വരുന്ന നമ്മുടെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാവും, നമുക്ക് ആ ക്ഷീണം നല്ല പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്നും ഈ ഒരു പ്രശ്നം വരികയാണ്, എനിക്ക് നേരത്തെ എണീക്കേണ്ടതുണ്ട്, കാരണം രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം കിട്ടും, നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആകും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നാളെ തൊട്ട് നേരത്തെ എണീക്കുകയാണ്, എനിക്ക് 4 മണിക്ക് നാളെ തൊട്ട് എണീക്കണം, കഴിയോ? ഇല്ല. നമ്മൾ എണീക്കും, നമ്മുടെ ആഗ്രഹം അതായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു 4 മണിക്ക് എണീക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ എണീക്കും. അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ ഒരു സമയം നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണോ ആ ഒരു സമയം നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഉറക്കം തൂങ്ങാൻ തുടങ്ങും, നമുക്ക് സാധിക്കില്ല. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഒരു ബുദ്ധിമുട്ട് നല്ലപോലെ നമുക്ക് വരും. അതേസമയം നമ്മൾ ഓക്കെ എനിക്ക് ഇത്ര സമയമാകുമ്പോൾ എണീക്കണം, അതുകൊണ്ട് ഞാൻ ഇത്ര സമയമാകുമ്പോൾ കിടക്കും, ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാണ്. എന്നിട്ട് ഈ 4 മണി എന്നുള്ളത് സാധാരണ നമ്മൾ നോർമലി എണീക്കുന്ന ഒരു സമയം എത്രയാണോ അതിന്റെ 10 മിനിറ്റ് മുമ്പ് അലാം വെക്കുക. നോർമലി നമ്മൾ എണീക്കുന്ന സമയത്തിന്റെ ഒരു 10-15 മിനിറ്റ് മുൻപ് എണീക്കാൻ തുടങ്ങുക. അത് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം വരെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അത് നമ്മുടെ ഹാബിറ്റ് ആയി മാറും. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പൊ ഒരു 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 5:45 എണീക്കുക. അപ്പൊ നമുക്ക് എന്തായി, കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി 5:45 ആകുമ്പോൾ എണീറ്റിട്ടുണ്ടാവും. അത് വീണ്ടും ഒരു 5:30 അല്ലെങ്കിൽ 5:15 മാറ്റുക. നമ്മൾ എത്രത്തോളം നമുക്ക് അതിനോടുള്ള ആവശ്യമുണ്ടോ പെട്ടെന്ന് ഈ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ചായിട്ട് മാറ്റം വരുത്തുക.
അങ്ങനെ മാറ്റം വരുത്തി ഈ 6 മണി എന്നുള്ളത് 5 മണിയായി മാറും, 5 മണി എന്നുള്ളത് 4 മണിയായി മാറും. നമുക്ക് ഈ എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടില്ലാതായി മാറും. ബിക്കോസ് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറി. നമുക്ക് ആ സമയത്ത് എണീക്കാൻ ചിലപ്പോൾ അലാമിന്റെ ആവശ്യം പോലും ഉണ്ടാവില്ല. അലാം വെക്കാതെ തന്നെ എണീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അപ്പോൾ വരും. കാരണം നമ്മൾ നോർമലി എണീക്കുന്ന സമയത്ത് നമുക്ക് അലാം വെക്കാതെ അല്ലേ നമ്മൾ എണീക്കുന്നത്. നമുക്ക് അലാം വേണ്ടല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമുക്കത് ശീലമായതാണ്. ആ ഒരു ശീലത്തെ മാറ്റി കൊണ്ടുവരാന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റി നടുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ കുറച്ചായിട്ട് മാറ്റുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, ഏത് സമയമാണോ ഉദ്ദേശിച്ചത് ആ സമയത്തിലോട്ട് നമ്മൾ അത് എത്തിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറി, നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാൻ എന്താണ് വേണ്ടത്? നമുക്ക് ഗഡ്സ് അല്ല വേണ്ടത്, വിൽ പവർ അല്ല വേണ്ടത്, ഒരു ദിവസം കൊണ്ട് മുഴുവനായിട്ട് മാറും എന്നല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറ്റണം. ക്രിയേറ്റിംഗ് ഹാബിറ്റ്. ചെറിയ ചെറിയ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് വേണം ഈ ഹാബിറ്റ് തുടങ്ങാൻ. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ എഴുന്നേൽക്കുന്ന കാര്യം പറഞ്ഞത്. നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യാം. നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ, അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനോടുള്ള ഇഷ്ടം തോന്നും. ഇഷ്ടം തോന്നുന്നതോടുകൂടി നമുക്ക് അതൊരു കഷ്ടപ്പാടല്ലാതായി മാറും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, അല്ലെ? ഒരാൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യാൻ പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഓർഡർ ചെയ്യുക, നമ്മളോട് ഒരാൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അതേസമയം നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ താല്പര്യമാണ് എന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് നമുക്കതുകൊണ്ട് സമാധാനമാണ്, സന്തോഷമാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. നമുക്കതൊരു വലിയ വിഷയമുള്ള കാര്യമായിട്ട് വരില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എത്ര ഹാർഡ് ആണെങ്കിലും, ചില സമയത്ത് നമുക്കൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതൊരു ഹാർഡായിട്ട് തോന്നും, ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്കത് ആവശ്യമാണ്. ആ ആവശ്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് നമുക്ക് എന്താണ്, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ സക്സസ് ഇമ്പോസിബിൾ ആണ്. അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സക്സസ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യം സക്സസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരിക. അപ്പൊ ഈ സെൽഫ് ഡിസിപ്ലിൻ കൊണ്ടുവരുമ്പോൾ രാവിലെ നിൽക്കുന്ന കാര്യം മാത്രമാണോ? അല്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്? നമ്മുടെ ഈറ്റിംഗ് റുട്ടീൻ വരുന്നുണ്ട്. ഈറ്റിംഗ് റുട്ടീൻ നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. നമ്മുടെ ഉറക്കം നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഈറ്റിംഗ് റുട്ടീൻ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കൃത്യമായിട്ട് ഒരു ഈറ്റിംഗ് റുട്ടീൻ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് സംഭവിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരും, ഹോർമോണൽ ഇംബാലൻസ് വരും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ വരുന്നത്. ഈറ്റിംഗ് റുട്ടീന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. നമ്മുടെ ഉറക്കം, നമ്മുടെ ദൈനംദിന എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. ബിക്കോസ് നമുക്ക് എന്താണ്, ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഓക്കെ, ഞാൻ എന്ന് തൊട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അപ്പൊ അതുകൊണ്ട് ഞാന് നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ടിട്ട് എന്ത് ചെയ്യണം? ഡെയിലി 1 hour നടക്കുകയാണ്. നടക്കാൻ സാധിക്കില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. ഡെഫിനറ്റ്ലി 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്താവും? നമുക്ക് ക്ഷീണിക്കാൻ തുടങ്ങും. പിന്നെ അത്യാവശ്യം കുറച്ച് വിൽ പവറും ഗട്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നടന്നു വന്ന് വരും. അത് ഒരു ദിവസം നടക്കുമ്പോൾ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് വേദനകളൊക്കെ തുടങ്ങും. ഈ രീതിയിൽ വരും.
അതേസമയം നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 15 മിനിറ്റ്സ് നടക്കുക. 15 മിനിറ്റ്സ് നടന്നിട്ട് നെക്സ്റ്റ് കുറച്ച് ദിവസം ഈ ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ 15 മിനിറ്റ്സിനെ 30 മിനിറ്റ്സ് ആക്കുക. ദെൻ 45 മിനിറ്റ്സ്, ദെൻ 1 അവർ. നമുക്ക് ഈസി ആയിട്ട് 1 അവർ കൈകാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെ പടിപടിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. ഒറ്റയടിക്ക് എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആയി പോകും, ബേൺ ഔട്ട് ആയി പോകും. ഓക്കെ, സെൽഫ് ഡിസിപ്ലിൻ വരുത്തേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞു തന്നു. സെൽഫ് ഡിസിപ്ലിനിൽ എന്തൊക്കെ പെടും എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രയോറിറ്റി ആണ്. ഓരോ ആളുകളുടെ പേഴ്സ്പെക്റ്റീവിന് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഡിസിപ്ലിൻ വരിക. കുട്ടികൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. നമ്മൾ എഴുന്നേൽക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മളുടെ വലിയ ആളുകളുടെ ഉറക്കത്തിന്റെ റുട്ടീൻ ആയിരിക്കില്ല കുട്ടികൾക്ക് വേണ്ടത്. അവർക്ക് കുറച്ച് കൂടുതൽ സമയം ഉറങ്ങാൻ ആവശ്യമാണ്. പിന്നെ എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ 4 മണിക്ക് എഴുന്നേൽക്കണം, 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റാലും അവരുടെ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് ബെറ്റർ ഉണ്ടാവുക. ചിലവർക്ക് 6 മണിക്ക് എഴുന്നേറ്റാൽ മതിയാവും. അപ്പൊ അവരുടെ പ്രയോറിറ്റി എന്താണോ, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണോ അതിനനുസരിച്ചിട്ടിരിക്കും. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഉറങ്ങലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. 10 മണിക്ക് ഡ്യൂട്ടി കഴിയുന്ന ഒരാൾക്ക് 10 മണിക്ക് ഉറങ്ങാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അവർക്ക് 10 മണിക്ക് തന്നെ വന്ന് കിടന്നുറങ്ങാൻ കഴിയില്ല. കാരണം അവരുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ കിടക്കുമ്പോൾ ചിലപ്പോൾ 11 മണിയോ 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഉറക്കത്തെ ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതിനനുസരിച്ചിട്ടാണ് സെൽഫ് ഡിസിപ്ലിൻ വരിക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്: നമ്മുടെ ഉറക്കം, ഉണരല്, നമ്മുടെ ഈറ്റിംഗ് റൂട്ടീൻ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ മുടങ്ങാതെ ചെയ്യുക. നമുക്ക് എല്ലാത്തിനും കൃത്യമായൊരു അടുക്കും ചിട്ടയും ക്ലീനിങ്ലെസ് എല്ലാം നമുക്കൊരു എന്താ പറയാ, ഒരു അടുക്കും ചിട്ടയോടുകൂടി പോവുക എന്ന് പറയുന്ന പോലെ. ഓക്കെ, അടുക്കും ചിട്ടയോടുകൂടി പോകുക, ഭയങ്കര ക്ലീനിങ് ആണ്. അത് വീണ്ടും ഒന്നും എക്സ്ട്രീം ആവരുത്. നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറാനേ പാടുള്ളൂ. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാവരുത്. നമ്മുടെ ഹാബിറ്റ് ആണത്. അത് എക്സ്ട്രീം ആവരുത്. അത് നേരെ ഒരു എന്താ പറയാ, ഓവർ ക്ലീനിങ്ങിലോട്ടൊന്നും പോവരുത്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ. നമുക്കും അത് ബുദ്ധിമുട്ടേ ഉണ്ടാക്കുള്ളൂ. കാരണം നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒന്നും നമ്മുടെ ടൈം കൺസ്യൂമിങ് അല്ലാത്ത രീതിയിൽ, നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്ന രീതിയിൽ, നമ്മൾ എക്സോസ്റ്റഡ് ആയി പോവാത്ത രീതിയിൽ നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റുക. ചെറിയ ചെറിയ രീതിയിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ചലഞ്ചിങ് യുവർ ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്? ഓക്കെ, പറഞ്ഞോളൂ. എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്? എന്തൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്? ഒരെണ്ണം പറയാം. നമ്മളെ കൊണ്ട് നമുക്കുള്ള ഈ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ഇത്, ഇത്ര സമ്പാദിക്കാൻ പറ്റും, ഇത്ര മണിക്ക് എണീക്കാൻ പറ്റും എന്നുള്ള ഒരു പരിധി വെക്കല്. അപ്പൊ ഓക്കെ, അതാണ് ലിമിറ്റിംഗ് ബിലീഫ്. ഇവിടെ ഒരാൾ ഫേസ് ചെയ്യുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാള് എന്ത് ചെയ്യാണ്, ഈ ഒരു രീതിയിൽ ലിമിറ്റിംഗ് ബിലീഫ് ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? മടിയനാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ? അതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. ആ ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ എന്ത് ചെയ്യണം? ചലഞ്ച് ചെയ്യണം. ആ ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ ചലഞ്ച് ചെയ്യണം. എന്നിട്ട് ലിമിറ്റിംഗ് ബിലീഫിനെ മാറ്റിയിട്ട് എംപവറിംഗ് ആക്കണം. എംപവറിംഗ്
ബിലീഫാക്കി മാറ്റണം. എനിക്ക് ഒരു ദിവസം മാക്സിമം ഇത്രയും മാത്രമേ സമ്പാദിക്കാൻ കഴിയും എന്നുള്ള ചിന്താഗതി ആൾക്കുണ്ട്. അതെ അതെ അതെ, ഒരു ദിവസം ഇത്ര മാത്രമേ നമുക്ക് സമ്പാദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫാണ്. അതിനെ നമ്മൾ എംപവറിംഗ് ബിലീഫാക്കി മാറ്റണം. ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്? തോട്ട്സ് ആണ്, വെറും ചിന്തകൾ മാത്രമാണ്. ഈ ചിന്തകൾ നമുക്ക് മാറ്റാൻ കഴിയും. നമുക്ക് മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളല്ലേ ചിന്തകൾ എന്ന് പറയുന്നത്. വെറും ചിന്തകൾ മാത്രമാണ് ലിമിറ്റിംഗ് ബിലീഫ്. ഈ ചിന്തകളെ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് മാറ്റാൻ കഴിയും. തോട്ട്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഇമ്മ എളിക്ക് ബാത്റൂമിൽ പോവാ. എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് ബിലീഫാണ്. എന്നെ കൊണ്ട് സാധിക്കുമെന്നും എന്നെ കൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നും ചിന്തിക്കുന്നതിനെയാണ് എംപവറിംഗ് ബിലീഫാക്കി മാറ്റുന്നത്. എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നല്ല, എന്നെ കൊണ്ട് സാധിക്കും, എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്കത് സാധിക്കുന്ന കാര്യമാണ് എന്ന് ചിന്തിക്കുന്നതിലോട്ട് അതോടുകൂടി ഞാൻ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിലോട്ട് എത്തുമ്പോൾ നമ്മൾ എംപവറിംഗ് ബിലീഫിലോട്ട് എത്തി. ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ ചലഞ്ച് ചെയ്തു. നമ്മുടെ ആ ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചലഞ്ച് ചെയ്തു. ഐ കാൺ ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? ഐ ആം ലേണിംഗ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഹൗ ടു ഡു ദിസ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അത് ചിലപ്പോൾ ശരിയാണ്, അക്സെപ്റ്റൻസ് ആണ്. ചെയ്യാൻ കഴിയാതെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസവും അതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് സാധിക്കും. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, അല്ലെ? നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. ആ ഒരു ബിലീഫാണ് നമുക്ക് വേണ്ടത്. സോ ഐ കാൺട്ട് ഡു ദിസ് എന്നതിന് പകരം ഐ ആം ലേണിംഗ് ഹൗ ടു ഡു ദിസ്. ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല, ഞാൻ സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല, എനിക്കത് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ സക്സസിലോട്ടുള്ള പാതയിലാണ്, ഞാൻ അതിന്റെ വഴിയിലാണ്, ഞാൻ അതിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല, അതൊരു ഫാക്റ്റ് ആണ്. പക്ഷെ നമ്മൾ അതിനോടുള്ള പാതയിലാണ്. ഒരിക്കലും ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അങ്ങനെയൊന്നും ഇല്ല. ആരിലും അതൊന്നും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മാറാൻ കഴിയും, എല്ലാവർക്കും വിജയിക്കാൻ കഴിയും. ഇനിയിപ്പോ അവര് തോറ്റുപോയി, അവർക്ക് ഇനി അവസരമുണ്ട്. മരണം വരെ നമുക്ക് അവസരമുണ്ട്. നമുക്ക് എപ്പോഴും നമ്മുടെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. നമ്മളത് ഉപയോഗിക്കുക വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ്? നമ്മൾ അതിലോട്ടുള്ള പാതയിലാണ്. നമ്മൾ അതിന്റെ ഒരു വഴി തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തും. അപ്പൊ നമ്മൾ എന്തായി? ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ചലഞ്ച് ചെയ്തു. അങ്ങനെയാണ് ലിമിറ്റിംഗ് ബിലീഫിനെ ചലഞ്ച് ചെയ്യുക. ലിമിറ്റിംഗ് ബിലീഫിനെ നമ്മൾ എന്ത് ചെയ്തു? ചലഞ്ച് ചെയ്തു. ഈ ഒരു രീതിയിൽ നമുക്ക് വരുന്ന ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് ഓരോ ദിവസം ഓരോ രീതിയില്. ഇന്നിപ്പോ നമുക്ക് ഓക്കെ, എനിക്ക് എന്താണ്, ഞാൻ എനിക്ക് പറ്റില്ല, ഞാൻ സക്സസ്ഫുൾ ആവില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ടുള്ള പാതയിലാണെന്ന് വിശ്വസിക്കുക. കാരണം അതിന്റെ ആ ഒരു ജേണിയിൽ നമ്മൾ കയറിയത് കൊണ്ടാണല്ലോ നമ്മൾ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്നത്, നമ്മൾ അതിന്റെ എല്ലാ സോഴ്സസും നോക്കുന്നത്. ബിക്കോസ് വി വാണ്ട് ടു ചേഞ്ച്. നമുക്ക് ചേഞ്ച് ആവണം, നമ്മുടെ ഹാബിറ്റ്സ് മാറ്റണം, ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യണം, നമുക്ക് ഡിസിപ്ലിൻ വേണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം, പഠിക്കണം, നമുക്ക് മാറണം, നമുക്ക് വിജയിക്കണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുകയല്ല. അപ്പൊ നമ്മൾ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിലോട്ടുള്ള പാതയിലാണ്. തോറ്റുപോയിട്ടില്ല. ബിക്കോസ് വി ആർ ഓൾവേസ് എന്താണ്, നമ്മൾ അതിലോട്ടുള്ള ഒരു
ജേണി തുടങ്ങിക്കഴിഞ്ഞു, ജേണിയിലാണ് നമ്മൾ പോകുന്നത്, നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ജോയിൻ ആയിട്ടുള്ള എല്ലാവരും ഇന്ന് ഇവിടെ ഉള്ളത്. വെറുതെ തമാശക്ക് അല്ലെങ്കിൽ ഇത് വെറുതെ രസം, ടൈം പാസ്, അങ്ങനെയല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമില്ലേ? ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, നമ്മള് സക്സസിലോട്ടുള്ള വേലാണ്, നമ്മൾ അതിലോട്ടുള്ള പാതയിലാണ്, നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ തോറ്റു പോയിട്ടില്ല, നമ്മൾ തോൽക്കുകയും ഇല്ല, നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതിനി എവിടെ നിൽക്കാനും പോകുന്നില്ല, അല്ലെ? അതിനി എവിടെയും നിൽക്കാനും പോകുന്നില്ല, നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ അത് അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ അവസാനം നമ്മൾ സക്സസ് ആവും, നമ്മൾ വിജയിക്കും, നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ നേടിയെടുക്കും, അല്ലെ? അതാണ് ലിമിറ്റിംഗ് ബിലീഫിനെ ചലഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ നിന്നേ മാറ്റിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ്. ആ ഒരു പ്രശ്നത്തിനെ മാറ്റിയെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, എനിക്ക് അതിന് പോവാൻ പറ്റിയില്ല അല്ലെങ്കിൽ പറ്റില്ല. ഓക്കെ, പറ്റില്ലെങ്കിൽ വേണ്ട, അക്സെപ്റ്റൻസ്. എനിക്കത് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. ഇനിയും അവസരമുണ്ട്, ഇനി എനിക്ക് പോവാം, ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും. കഴിഞ്ഞില്ലേ? അതേസമയം അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരുന്നത് കൊണ്ട് ആർക്കാ നഷ്ടം? നമ്മുടെ എനർജി ലോസ് ആവും. നമ്മുടെ എനർജി നമുക്ക് ആ ഒരു സമയത്ത്, നമ്മൾ ആ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലോസ് ആവും. വിഷമം ഉണ്ടാകും, അക്സെപ്റ്റ് ചെയ്യുക. വിഷമം ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. വിഷമം ഉണ്ടാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. സമയം ഇനിയും ഉണ്ട്, നമുക്ക് ഇനിയും ഇതെല്ലാം നേടാൻ കഴിയും. തോൽവി വിജയത്തിലേക്കുള്ള പാതയാണെന്ന് പറയുന്ന പോലെ ഇതെല്ലാം നമുക്ക് ഇനിയും എത്താൻ കഴിയും. സമയമുണ്ട്, നമ്മൾ അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എപ്പോഴും ഒരാൾ പോസിറ്റീവ് ആയിരിക്കുക, ഓക്കെ ഞാൻ എപ്പോഴും പോസിറ്റീവാണ്, എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല, ഞാൻ സങ്കടപ്പെടില്ല, ഞാൻ നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കില്ല, ഇങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് വരുന്ന എല്ലാതരം ഇമോഷൻസിലും പെട്ട കാര്യങ്ങളാണ്. ആ ഇമോഷൻസ് നമ്മൾ ഉണ്ടാവും, പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാ കാര്യം. എല്ലാ ഇമോഷൻസും, ദേഷ്യം വരാൻ പാടില്ലേ? ദേഷ്യം വരും. സങ്കടം വരാൻ പാടില്ലേ? സങ്കടം വരും. കരയാൻ പാടില്ലേ? കരയും. ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഇമോഷന്റെ ഭാഗമാണ്. ചിരിക്കൽ മാത്രം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ പാർട്ടാണ്. ഇതെല്ലാം ഉണ്ടാകും, പക്ഷെ അതൊന്നും എന്തല്ല, നമ്മുടെ എൻഡ് അല്ല, ജീവിതത്തിന്റെ അവസാനമല്ല. വിഷമം എന്നുള്ളത് ജീവിതത്തിന്റെ അവസാനമല്ല. പേടി എന്നുള്ളത് ജീവിതത്തിന്റെ അവസാനമല്ല. നമുക്ക് ഇതിനെല്ലാം ചലഞ്ച് ചെയ്യാൻ കഴിയും, നമുക്ക് ഇതിനെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. അതവിടെ നമ്മളെ സ്റ്റക്കായി നിർത്താതെ നമ്മുടെ ജേണി നമുക്ക് തുറന്നു പോവാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കരുത്, അത്രേ ഉള്ളൂ. അതിന് ആ ഒരു സിറ്റുവേഷൻ എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതിലാണ് കാര്യം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വിഷമം ഒരിക്കലും ഒരു മനുഷ്യനെ വിഷമിക്കാൻ പാടില്ല എന്നതിലല്ല. സങ്കടം വന്നാൽ സങ്കടപ്പെടണം, കരച്ചിൽ വന്നാൽ കരയണം, ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടണം. ഇതെല്ലാം നമ്മുടെ ഇമോഷന്റെ ഭാഗമാണ്. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന രീതിയിലാണ് അവിടെ കിടക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിനെ നശിപ്പിക്കുന്ന രീതിയിലോ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എന്ന് കരുതുന്ന രീതിയിലോ നമ്മൾ അതിനെടുക്കരുത്. അതൊരു ഇമോഷന്റെ ഭാഗമാണ്. അതൊരു സമയം കഴിഞ്ഞാൽ മാറിപ്പോകും. ഇനി അതല്ല, അതിന്റെ എക്സ്ട്രീം ലെവലിലോട്ട് ഇത് കടക്കുന്നുണ്ട്, ട്രോമ ട്രിഗർ ചെയ്യുന്ന ഒരു അവസ്ഥ വരും, നമുക്കത് ഹീൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്, ഞാൻ ഇത് വിചാരിക്കുന്ന പോലെ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അതിന് എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടല്ലോ. നമ്മൾ ആ എക്സ്റ്റേണൽ സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അത് തേടുക.
തെറാപ്പികളുണ്ട്, ഹീലിംഗ് മെത്തേഡ്സ് ഉണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് തേടി കഴിഞ്ഞാൽ നമുക്കത് ഹീൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വിഷമം വരാൻ പാടില്ല എന്നല്ല, നമുക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്നല്ല, ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായിട്ട് ഇതിനെ കാണരുത്. അത്രേ വേണ്ടതുള്ളൂ. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റിംഗ് ബിലീഫിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും. അടുത്തത് എന്താണ്? ടൈം മാനേജ്മെന്റ്. എന്താണ് ടൈം മാനേജ്മെന്റ്? എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. 24 മണിക്കൂർ 24/7 എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു സമയമാണ്. ആർക്കും അധികവും ഇല്ല, കുറവും ഇല്ല. അപ്പൊ ചിലവര് പറയും, ഇഷ്ടംപോലെ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് സമയേ തികയുന്നില്ല. അല്ലെ, ഏറ്റവും വലിയ പരാതിയാണ് 24/7 എനിക്ക് തികയുന്നില്ല. എല്ലാവർക്കും ഉള്ള ഒരു പരാതിയായിരിക്കും സമയം തികയുന്നില്ല എന്നുള്ളത്. അത് സമയം കുറഞ്ഞു പോയത് കൊണ്ടല്ല, സമയം കൂടിപ്പോയത് കൊണ്ടല്ല, നമ്മൾ അതിനെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ്. നമ്മൾ അതിനെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സമയം കൂടുന്നതും കുറയുന്നതും. നല്ല രീതിയിൽ ടൈം മാനേജ്മെന്റ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഇഷ്ടം പോലെ അവരുടെ ലൈഫിൽ കാമായിട്ട് പോകാൻ കഴിയും, സമയം ഉണ്ടാവും. അതേസമയം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ടൈം മാനേജ്മെന്റ് ഒന്നും ഇല്ലാതെ പോകുന്ന ഒരാൾക്ക് എപ്പോഴും ഹറിബറി ആയിരിക്കും, എക്സോസ്റ്റഡ് ആയി പോകും, ബേൺ ഔട്ട് ആയി പോകും, സമയം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാകും. അത് മെന്റലി നമുക്ക് എന്താണ്, നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പൊ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഡെയിലി ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗോൾ സെറ്റിംഗിൽ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പ്രയോറിറ്റി ബേസ് ആണ് ടൈം മാനേജ്മെന്റ് കൊടുക്കേണ്ടത്. നമുക്ക് എന്താണോ പ്രയോറിറ്റി, ആ പ്രയോറിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ പ്ലാനർ ഉണ്ടാക്കുക, ആ ഒരു പ്ലാൻ പ്രകാരം നമ്മൾ ചെയ്തു പോവുക. അപ്പൊ കുറച്ച് ദിവസം ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുകയാണ്. ഡെയിലി നമ്മളിത് ചെയ്യാണ്. നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ റുട്ടീനെ നമ്മൾ ഡെയിലി റുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു പ്ലാനർ ബേസ് ചെയ്തൊരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, എനിക്കൊരു ഗോൾ ഉണ്ട്. ആ ഗോളിന് വേണ്ടിയിട്ട് ഞാൻ ടൈം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാണ്, ഒരു പ്ലാനർ ക്രിയേറ്റ് ചെയ്യാണ്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അല്ല, നമുക്ക് ഉറങ്ങാനുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് വേണം, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ മാറ്റി വെക്കണം. വർക്കിങ്ങിനുള്ള സമയത്ത് മാത്രമല്ല ടൈം മാനേജ്മെന്റ് വേണ്ടത്. ഈ ഒരു ടൈം മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ ഓൺ ടൈം, സെൽഫ് അവയർനെസിന്റെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൺ ടൈം നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കൊരു സമയം നമുക്ക് വേണ്ടതുണ്ട്. നമ്മുടേതായിട്ടുള്ള ഒരു സമയം നമ്മൾ മാറ്റി വെക്കണം. കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സമയം നമ്മൾ മാറ്റി വെക്കണം. ഈ ഒരു രീതിക്ക് അലൈൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ടൈം മാനേജ് ചെയ്യേണ്ടത്. പഠിക്കാനുള്ള സമയം, വർക്ക് ചെയ്യാനുള്ള സമയം, മറ്റുള്ള ജോലികൾ ചെയ്യാനുള്ള സമയം, ഫാമിലി ടൈം, ഫ്രണ്ട്സ് ആയിട്ടുള്ള ടൈം, ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു രീതിക്ക് നമ്മൾ പോവുക. അത് കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾക്ക് പ്ലാനറൊക്കെ വേണ്ടി വരും, പ്ലാൻ ചെയ്ത് പോവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റുട്ടീന്റെ ഭാഗമായിട്ട് മാറും, നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ട് മാറും, നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രയോറിറ്റി ബേസ്, ഇന്ന് എനിക്ക് പഠിക്കലാണ് എന്റെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജോബിനായിരിക്കും പ്രയോറിറ്റി ഉണ്ടാവുക, കുറച്ച് കഴിഞ്ഞാൽ ഫാമിലിക്കായിരിക്കും പ്രയോറിറ്റി ഉണ്ടാവുക. ഓരോ ദിവസവും നമ്മുടെ പ്രയോറിറ്റീസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരു രീതിയിലുള്ള പ്രയോറിറ്റി, ചില ദിവസങ്ങളിൽ നമ്മളുടെ
ഫാമിലിക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട സമയമായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മളത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണം? അതിനനുസരിച്ചുള്ള ടൈം നമ്മൾ മാനേജ് ചെയ്യണം. കാരണം ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലി ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ പഠനം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ടൈം മാനേജ് ചെയ്യണം. ഇത്ര സമയം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് സമയം എന്റെ ജോലിക്ക് വേണ്ടിയിട്ടും എന്റെ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഒരു കാര്യം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. എല്ലാം ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്നില്ല. സംടൈംസ് ഈ എക്സോസ്റ്റഡ് ഫീലിംഗ് ഒക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. കൃത്യമായിട്ട് ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മള് പ്രത്യേകിച്ച് ലേഡീസ് മൾട്ടി ടാസ്കേഴ്സ് ആണ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നവരാണ്. ലേഡീസിനും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവാണത്. പക്ഷെ നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലാതെ ചെയ്തു പോകുമ്പോൾ നമ്മൾ പ്രഷർ ഔട്ട് ആയി പോകും, നമ്മൾ ബേൺ ഔട്ട് ആകും, ഫ്രസ്ട്രേറ്റഡ് ആകും. പിന്നെ ഈ ദേഷ്യം മൊത്തം എല്ലാവരും സഹിക്കേണ്ടി വരും. വീട്ടിലുള്ള എല്ലാവരും ഈ ദേഷ്യം മൊത്തം സഹിക്കേണ്ടി വരും. നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു ദേഷ്യം മൊത്തം ചട്ടിയും പാത്രം അടക്കം ഈ ദേഷ്യം സഹിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്കൊരു ടൈം മാനേജ്മെന്റ് നമ്മൾ വിചാരിച്ച പോലെ അല്ല നടക്കുന്നത്. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതുപോലെ അല്ല നടക്കുന്നത്. ബിക്കോസ് നമ്മൾ പ്ലാൻ കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടില്ല. നമ്മൾ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടല്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലേ. എന്തൊക്കെയോ ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്നു. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അലൈൻ ചെയ്തിട്ട് നമ്മളെ ഗോളിനെ നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഗോളിനെ നഷ്ടപ്പെടാത്ത രീതിയിൽ അതിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ അലൈൻ ചെയ്തിട്ട് വേണം നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയി പോകും. എല്ലാം ഭയങ്കര സ്മൂത്ത് ആയി പോകുന്നത് കാണാൻ പറ്റും. അവർക്കാണ് ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സമയം ഉണ്ടല്ലോ. ഇവിടുന്ന ഇത്രയും തോന്നെ സമയം, ഇത്രയധികം സമയം എവിടുന്ന ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവരങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. നമുക്കത് കിട്ടാത്തതും എന്തുകൊണ്ടാണ്? നമ്മളത് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ടൈം മാനേജ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രയോറിറ്റിയെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ടൈം മാനേജ്മെന്റ് ഏറ്റെടുക്കുക. ആ ഒരു രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായി? നമുക്ക് കോൺഫിഡൻസ് കിട്ടും, നമ്മൾ റെസിലിയൻസ്ഡ് ആവും, നമ്മൾ സക്സസ്ഫുൾ ആവും. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് എവിടെയും പോയി നിൽക്കാൻ സാധിക്കും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏതൊരു ക്രൗഡിന്റെ മുന്നിൽ നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ, ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യും നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി ഒരാൾക്ക് മാറാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് മാറാൻ സാധിക്കും. ദെൻ നമുക്ക് തന്നെ ആ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ തന്നെ നമ്മുടെ കുറച്ച് മുമ്പത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം നമ്മൾ മാറി, എന്തൊക്കെ കാര്യങ്ങളിൽ മാറി, നമ്മുടെ ചിന്താഗതി മാറി, നമ്മുടെ എല്ലാം മാറി. നമ്മൾ ചിന്തിക്കുന്ന രീതി, അന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന രീതി, ഇന്ന് ചിന്തിക്കുന്ന രീതിയും മാറി. എന്തുകൊണ്ട് നമ്മൾ മാറി? നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല നമ്മൾ മാറിയിട്ടില്ല. നമുക്ക് ഉണ്ടായ അനുഭവങ്ങള് ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്താണ്, ഓരോ ദിവസവും നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലേ? ഒരു 10 വർഷം മുമ്പുള്ള നമ്മളാണോ ഇന്നുള്ളത്? എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിച്ചിരുന്ന നിങ്ങളുടെ ചിന്താഗതിയാണോ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്താഗതി? വ്യത്യാസം വന്നിട്ടില്ലേ? അന്ന് നമുക്ക് അതായിരുന്നു ശരി, ഇന്ന് ഇതാണ് ശരി. അന്ന് നമ്മുടെ വ്യൂ ഓഫ് പോയിന്റിൽ നമുക്ക് അതായിരുന്നു ശരി ഉണ്ടായിരുന്നത്. നമുക്ക് കിട്ടിയ അനുഭവങ്ങള്, നമ്മളിൽ വന്ന മാറ്റങ്ങള്, നമ്മൾ വരുത്തിയ മാറ്റങ്ങള്, ഈ അനുഭവങ്ങൾ
കാരണം നമുക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു ചിലപ്പോൾ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാതെ നടന്നിരുന്ന സ്ഥാനത്ത് നമുക്കൊരു ലക്ഷ്യം വന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായി, നമുക്ക് ഈ കുഞ്ഞു മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ തുടങ്ങി. അതങ്ങനെ 3, 4, 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. മോറോവർ നമ്മൾ ഒരുപാട് കോൺഫിഡന്റ് ആയിട്ടുണ്ടാവും. അത് നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കും. ഈ കോൺഫിഡൻസ് എന്താന്നുള്ളത് നമ്മുടെ ഫേസിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ ഒപ്പമുള്ളവർക്കാണെങ്കിലും കാണാൻ സാധിക്കും. എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യമാണ്, അല്ലേ? അപ്പൊ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാല് ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഒരു ചേഞ്ച് ഒരു 10 വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഒരു മാറ്റം ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കണേ, എന്താണ് നിങ്ങൾക്ക് വന്ന മാറ്റം ഇപ്പോഴും മുമ്പത്തേതും പോലെ? ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാലോ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളത്. എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് സമയം കിട്ടി. പണ്ടൊക്കെ ആണെങ്കിലേ സംസാരിച്ചോളൂ. എനിക്ക് സമയമാണ് കിട്ടിയത്. സമയം ഇഷ്ടം പോലെ കിട്ടി. ടൈം മാനേജ്മെന്റ് ഭാഗമായിട്ടാണ്. അടുത്തത് പറഞ്ഞോളൂ. വേറൊരാളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠ ഉണ്ടായി. അതെ, സെൽഫ് ഡിസിപ്ലിൻ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ നമ്മളതിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുമായിരുന്നേ. ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുമായിരുന്നു. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളത് കൂടുതൽ അത് അപ്ലിക്കബിൾ ആക്കാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു സമയത്തൊക്കെ നമ്മൾ എവിടെ പോകാനും എവിടേക്ക് പോകും ചെയ്യും, ഇരിക്കും ചെയ്യും, എല്ലാം ചെയ്യും. ഞാൻ സ്വന്തമായിട്ട് ഒറ്റക്ക് പോകും, ഇരിക്കും. എനിക്ക് അതിനുള്ള ഒരു മനസ്സമാധാനം കിട്ടി. അതെ, എത്ര അനുഭവങ്ങളാ ഇപ്പൊ വന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാലേ നമ്മുടെ മെനങ്ങാനത്തെ മീറ്റപ്പ് ഉണ്ടല്ലോ അവിടെ കോഴിക്കോട്. ഇപ്പൊ കോഴിക്കോടിന് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂർ കൊണ്ട് വരേണ്ട ബസ് വന്നാൽ 15 മണിക്കൂറാണ്. സാധാരണ അതിനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ KSRTCക്ക് എതിരായിട്ട് നമ്മൾ വീഴ്ച ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഒപ്പിക്കുന്നതാണ് ഞാൻ സാധാരണ. അങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കും. കാര്യം എന്റെ കൂട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഇതിനകത്തില് അവർക്കെതിരായിട്ട് കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം നോർമലി എനിക്കിപ്പോ ഞാൻ പണ്ടത്തെ എന്റെ ഒരു ഇതായിരുന്നെങ്കിൽ ഞാൻ അത് ഉറപ്പായിട്ടും അത് ചെയ്തേനെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെയ്തേനെ വരുന്നത്. പക്ഷെ അത് പോട്ടെ, അവരുടെ കുറ്റമല്ല. കാര്യം റോഡ് അത്ര ബ്ലോക്കാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ പ്രോഗ്രാമിൽ ഇരിക്കണം, ഉറക്കമൊന്നും വരാതിരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അതൊരു ഭയങ്കര മാറ്റം തന്നെയാണ് കേട്ടോ. പോട്ടെ, ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് അങ്ങനെ ഇതായി. അതൊക്കെ വലിയ മാറ്റം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ നേരത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നല്ല മാറ്റം തന്നെയാണത്. അതെ. ഇപ്പൊ വേറൊരാള് പറഞ്ഞു മുമ്പ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു, ഇപ്പൊ അതിനു വേണ്ടി എന്താണ് ആക്ഷൻ എടുത്തു. മാറ്റാണ്. ആക്ഷൻ എടുക്കുന്നതോടുകൂടി നമ്മൾ ചേഞ്ച് ആയി തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ മുമ്പാണെങ്കിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഇന്നും നമുക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ നമ്മളെ ചില സമയത്താണെങ്കിൽ നമുക്ക് ഈ പ്രതികരിക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു വികാരത്തെ നമ്മൾ പിടിച്ചു നിർത്തുകയല്ലേ ചെയ്യുന്നത് ശരിക്കും നോർമലി? അങ്ങനെയല്ലേ സാഹചര്യങ്ങൾ പ്രതികരിക്കണം.
ചില സമയത്തല്ലേ അല്ലേ? ഒരിക്കലും എപ്പോഴും നമ്മള് പെർഫെക്റ്റ് ആവുക എന്നല്ല, നമ്മൾ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ അവിടെയാണ് നമ്മളെ കഴിവ് വേണ്ടത്. വേർതിരിച്ചറിയുക എന്താണ് പ്രതികരിക്കേണ്ടത്, എന്തിനാണ് പ്രതികരിക്കേണ്ടത്, എന്തിനാ നമ്മൾ പ്രതികരിക്കണം. ആ പ്രതികരിക്കുന്നതുകൊണ്ട് ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവിടെ സാറിന് ഒരു ബ്ലോക്ക് വന്നു. മുമ്പത്തെ ആളായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണ്, അതിന്റെ ആവശ്യമില്ല. അതവിടെ കംപ്ലൈന്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. സോ നമ്മൾ സൈലന്റ് ആയി. അതൊരു പക്ഷെ ഗുണം നമ്മൾ നമുക്ക് സംഭവിക്കത്തില്ല. നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തൊന്നും ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ അത് തിരിച്ചറിയാന്നുള്ളതാണ് കാര്യം. അപ്പൊ അങ്ങനെയുള്ള തിരിച്ചറിവുകൾ വരുമ്പോ ചില സമയങ്ങളിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. നോ പറയേണ്ട സിറ്റുവേഷൻ നമുക്ക് എന്തായാലും വരും. നോ പറയേണ്ടത് നമ്മൾ നോ പറയുന്നേ വേണം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ് പല ആളുകൾക്കും നോ പറയാനുള്ള ബുദ്ധിമുട്ട്. സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പറയണം. ആ സമയത്ത് ഓക്കെ ഞാൻ പ്രതികരിക്കൊന്നുമില്ല, ഞാൻ ആർഗ്യുമെന്റ്സിനൊന്നുമില്ല, അങ്ങനെയല്ല, ഞാൻ കോൺഫ്ലിക്ട്സിനൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് നമ്മൾ പ്രതികരിക്കുക. ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി തലയിടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങൾ. പ്രയോറിറ്റി എന്താണ്, നമ്മുടെ പ്രയോറിറ്റി, നമുക്കതുകൊണ്ട് എന്താണ് ആവശ്യം, നമുക്കതുകൊണ്ട് എന്താണ് നേട്ടം, നമ്മുടെ എനർജി ലോസ് ആവുകയാണോ ചെയ്യുക, അതോ നമ്മൾ പ്രതികരിച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. ഈ കാര്യം ആലോചിച്ചതിന് ശേഷം നമ്മൾ പ്രതികരിക്കുക. ചാടിക്കയറി പ്രതികരിക്കുകയല്ല. ആ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത്, ഓരോ സിറ്റുവേഷനും ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. ആ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കുക. അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് കടന്നു പോകേണ്ട പ്രോസസ്സാണ്. സിറ്റുവേഷൻ എന്താന്നുള്ളത് മനസ്സിലാക്കുക, അതുകൊണ്ട് എന്താണ് ഉപയോഗം, എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്രതികരിക്കുക. അങ്ങനെയാ വേണ്ടേ. ഒരിക്കലും പ്രതികരിക്കാതിരിക്കരുത്. അതിന് മേഡം അതിന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സാഹചര്യത്തിലാണെങ്കിൽ പ്രതികരിക്കേണ്ട വരും. അതിനൊരു എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ മേഡം? സാഹചര്യത്തിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് മനസ്സിലായി. നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുകയാണ്. ഇപ്പൊ സാർ ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുകയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സറൗണ്ടിങ്ങിൽ ഒരാള് ഒരു ലേഡിയെ ഉപദ്രവിക്കുന്നത് കാണുന്നു. കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ വേണ്ടി, ആർഗ്യുമെന്റ്സ് ഒഴിവാക്കാൻ വേണ്ടി പ്രതികരിക്കാതിരിക്കോ? ഇല്ല. നമ്മൾ അവിടെ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും? അതവിടെ പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളവിടെ പ്രതികരിക്കും. ആ പ്രതികരണം എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അഗ്രസീവ് ആവാതെ, അല്ലെങ്കിൽ പ്രതികരിക്കുന്നതല്ല പ്രശ്നം, പ്രതികരിക്കുന്ന രീതിയാണ് പ്രശ്നം. പ്രതികരിക്കുന്ന രീതിയാണ് പ്രശ്നം. പ്രതികരണം ക്വൈറ്റ് നാച്ചുറൽ ആയിട്ട് എല്ലാവരുടെ ഇതിന്നും വരും. എല്ലാവർക്കും ഈ ഒരു പ്രതികരണ ശേഷിയൊക്കെ ഉണ്ട്. പക്ഷെ പല ആളുകളും പ്രതികരിക്കുന്ന രീതി പലതരത്തിലാകും. ചിലർ ഭയങ്കര അഗ്രസീവായിട്ട് പ്രതികരിക്കും. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓരോ രീതിക്കും അതിൻ്റെതായ മെത്തേഡുകൾ ഉണ്ടല്ലോ, ആ രീതിയിൽ പ്രതികരിച്ചാൽ പോരെ. അങ്ങനെയാണ് വേണ്ടത്. പ്രതികരിക്കാൻ ഓരോ രീതികളുണ്ട്. അതേസമയം ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക എന്നല്ല. ഈ ഒരു പ്രതികരണ ശേഷി നമ്മുടെ ഇന്റൻസീവ് ആയിട്ടുള്ള നമ്മുടെ മെമ്മറി പവർ പെട്ടെന്ന് വരുന്നതാണ്. പെട്ടെന്ന് വരുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പുഴന്റെ തീരത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാലത്തിൽ നിൽക്കുകയാണ്. ഒരാള് പുഴയിലോട്ട് എടുത്ത് ചാടി അല്ലെങ്കിൽ വീണുപോയി. പ്രതികരണ ശേഷി നമുക്ക് ഭയങ്കരമാണ്. നമ്മളും പിന്നാലെ എടുത്ത് ചാടി. എന്താ സംഭവിക്കുക? നീന്തൽ അറിയില്ല. വല്ല ഉപകാരം ഉണ്ടോ? അതാണ് പ്രതികരിക്കുന്ന രീതി. പിന്നെ പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നില്ല, നീന്തലോട് അറിയത്തില്ലെങ്കിൽ. നമ്മുടെ പ്രതികരണ ശേഷി കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ തന്നെ അവരെ രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ഇന്റൻഷനെ നമുക്കുള്ളൂ. നമ്മൾ എടുത്ത് ചാടി. നമുക്കും നീന്തൽ അറിയില്ല, എന്താ സംഭവിക്കുക? അങ്ങനെ സംഭവിച്ചിട്ടില്ലേ? രക്ഷിക്കാൻ വേണ്ടി ചാടി മരണപ്പെട്ടു, രണ്ടുപേരും മരണപ്പെട്ടു പോയി. എത്ര സംഭവിച്ചിട്ടുണ്ട്?
അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാല് ഈ ഒരു റീസൺ ആണ്. ഈ ഒരു റീസൺ ആണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല്, അതേസമയം നമ്മളവിടെ ചിന്തിക്കുകയാണ്, ഓക്കെ എനിക്ക് നീന്തൽ അറിയില്ല, ഞാൻ ചാടിയിട്ട് കാര്യമല്ല, അടുത്ത ആളെ വിളിക്കട്ടെ. നമ്മളവിടെ ക്രൗഡ്, നമ്മൾ എന്താണോ നെക്സ്റ്റ് എന്ന് നമ്മൾ അപ്പൊ ചിന്തിച്ചിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. അതാണ് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് ഇമ്പോർട്ടന്റ്. പ്രതികരിക്കാതിരിക്കുക എന്നല്ല, പ്രതികരിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പ്രതികരിക്കണം. അതിന്റെ രീതി എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഒരു ചെറിയ ടൈം നമ്മൾ എന്ത് കാണും, ഒരു ചെറിയ ടൈം നമ്മളിലേക്ക് വരണം. കാരണം പെട്ടെന്ന് വരുന്ന പ്രതികരണം ഒരിക്കലും സക്സസ് അല്ല. അപ്പൊ നമ്മളെ സെൽഫ് അവയർനെസ് ഒക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെൽഫ് അവയർഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഒരു രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും ഒക്കെ അതൊക്കെ കംപ്ലീറ്റ്ലി എന്താണെന്ന് മനസ്സിലാക്കി ഗ്രോത്ത് മൈൻഡ് സെറ്റിലോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ പ്രതികരണ ശേഷിയും മാറും. പ്രതികരിക്കുന്ന രീതിയും മാറും. പ്രതികരണ ശേഷി എല്ലാവർക്കും ഉണ്ടാകും, പ്രതികരിക്കുന്ന രീതി മാറും. ഭയങ്കര ദേഷ്യത്തോടൊന്നും കാണുന്ന രീതിയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. എന്താണ് അതൊരു കാര്യം എന്ന് ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടെങ്കിൽ ദേഷ്യപ്പെടും. വെറുതെ നേരെ പോയി ദേഷ്യപ്പെടില്ല. ആ രീതിയിൽ മാറ്റം വരും. ഇപ്പൊ പറഞ്ഞ പോലെ മുമ്പ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്ത് ചെറിയ കാര്യം വന്നാലും ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനെയല്ല. എന്താ ഇന്ന് വിഷമില്ലാത്തത് കൊണ്ടാണോ? വിഷമിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാത്തത് കൊണ്ടാണോ? അല്ല. അതിനെ എങ്ങനെ കാണണം, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വിഷമം കുറഞ്ഞു വരികയാണ്. സംടൈംസ് ഞാൻ എന്റെ ലൈഫിൽ പറയാറുണ്ടായിരുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരുപാട് തളർന്നു പോയിരുന്ന ഒരു സമയം, ഒരു പ്രായം വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും പെട്ടെന്ന് തളർന്നു പോകുന്ന സാഹചര്യം വരുന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല. ചിലപ്പോ അതിന്റെ ഇന്റൻസിറ്റി, ആ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അന്നത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്നുണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. എന്നും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ആ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതുകൊണ്ട് പടച്ചോൻ പ്രശ്നങ്ങൾ കൂടുതൽ തരുന്തോറും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവും ശക്തിയും കൂട്ടിത്തരുന്നു. അല്ലേ? അങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പരാതി പറയുന്നു, പടച്ചോനെ എനിക്ക് എന്നും സങ്കടമാണല്ലോ, എനിക്ക് എന്നും വിഷമാണല്ലോ. ഈ വിഷമം നമുക്ക് തരുന്നതിന്റെ ഒപ്പം ഈ ഒരു വിഷമത്തെ നമുക്ക് സഹിക്കാനും നമുക്ക് മനസ്സിലാക്കാനും അതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്ന് ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവും പടച്ചോൻ നമുക്ക് തന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു. എന്നിട്ട് നമ്മളവിടെ സ്റ്റെക്കായി നിൽക്കാണ്ട് വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് അടുത്തത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ തന്നു. നമുക്ക് അനുഭവങ്ങൾ തന്നു. നമ്മൾ ആ ഒരു രീതിയിൽ മാറ്റിയെടുത്തു. നമ്മളെ തന്നെ മാറ്റിയെടുത്തു. വേറെ ഒരാളൊന്നും പഠിക്കുന്നതല്ല. ഒരുപാട് കരുത്തും കൂടിയ മാതിരി തോന്നുന്നു. എങ്ങനെ? ഒരുപാട് പരീക്ഷണങ്ങൾ വന്നപ്പോ ഒരുപാട് മനക്കരുത്ത് കൂടിയ മാതിരി തോന്നുന്നുണ്ട്. അതെ, നമ്മളവിടെ സ്ട്രോങ് ആവുകയാണ്. അതെ, അപ്പൊ ഇനി പരീക്ഷണങ്ങൾ വരില്ല എന്നാണോ? ഇനിയും ചിലപ്പോ വരും. ഇനിയും നമുക്ക് എന്തുണ്ടാവും, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. എന്നും സന്തോഷത്തോടെ പോവില്ല. പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു, നമ്മൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് നമ്മുടെ ശക്തി. നമ്മൾ നോക്കിക്കാണുന്ന രീതിയോട് എത്രത്തോളം നമുക്ക് അതിനെ നോക്കിക്കാണാനും അതിനെ അഭിമുഖീകരിക്കാനും സാധിക്കുന്നു, അതിനനുസരിച്ചിട്ട് ആ പ്രശ്നത്തെ നമുക്ക് ലഘൂകരിക്കാനും ഇല്ലാതാക്കാനും സോൾവ് ചെയ്യാനും സാധിക്കും. മുമ്പ് തളർന്നു പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. എന്തൊക്കെ വന്നാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. സുബൈദാത്താനെ ഞാൻ സമ്മതിച്ചിട്ടോ. നിങ്ങൾ പറഞ്ഞ പ്രശ്നത്തിനനുസരിച്ചൊന്നല്ല, നിങ്ങൾ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തൊക്കെ ഉറപ്പിച്ചൊരു മനസ്സാന്നുള്ളത്. അതെ, ദൃഢത വന്നു. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്.
നമ്മൾ എന്താ വരുന്നത്, നമ്മൾ സ്റ്റെക്കായി പോവരുത്. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്, ഓക്കെ നമ്മൾ സ്റ്റെക്കായി പോവരുത്. ചെക്കായിട്ടില്ല. ഓക്കെ, നമ്മൾ സ്റ്റെക്കായി പോവാതെ നമുക്ക് എന്ത് ചെയ്യാം? അതെ, നമ്മുടെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുക തന്നെ വേണം. തന്നെ വേണം. അതെ, അതെ, നമ്മുടെ ലൈഫ് നിർബന്ധമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. നമ്മൾ സ്റ്റക്കായി പോകരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതില് ആണ് കാര്യം. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം. ഈ പറഞ്ഞ പോലെ എല്ലാം ചിലപ്പോ അതെ, തവക്കുൽ. എല്ലാ സാഹചര്യങ്ങളും ഈ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് ഈ ഒരു എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചില വിഷമങ്ങൾ, അത് ചിലപ്പോ ഒരു വിഷമം മാത്രമായിരിക്കില്ല, ചിലപ്പോ നമ്മുടെ ട്രോമ ട്രിഗർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്ന രീതി, അതെ, നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്ന രീതി, അതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ അഭിമുഖീകരിക്കുന്ന രീതിയിലൂടെ, നമ്മൾ ചിന്തിക്കുന്നതിലൂടെ, നമുക്കിത് മനസ്സിലാവുന്നതിലൂടെ നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുകയാണ്. എനിക്ക് ട്രോമ ട്രിഗർ ആയി, ഓക്കെ, ഞാൻ ഇനി അതിലോട്ട് പോവില്ല, എന്റെ ട്രോമ ട്രിഗർ ആവും, ഞാൻ പേടിച്ചിട്ടിരിക്കുകയാണ്. കാര്യമല്ല, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹീൽ ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ ടേക്ക് ആക്ഷൻ, നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞു അല്ലേ? എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ഒരു ആക്ഷൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്റെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കുന്നതും ഈ ആക്ഷന്റെ ഭാഗമായിട്ടാണ്. എന്റെ ലൈഫിൽ എന്റെ ഗോൾ സെറ്റിങ്ങിന്റെ അല്ലെങ്കിൽ എന്റെ പ്രയോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോ ആളുകളും. ആരും സീറോയിലല്ല നിൽക്കുന്നത്. പിന്നെന്താ, കോടാനുകോടി ജനങ്ങളുടെ ഇടയിൽ നമ്മൾ കുറച്ചു പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അതന്നെ പടച്ചറപ്പ് നമ്മൾ ഏറ്റെടുത്തുന്ന തെളിവാ. അതെ, നമ്മൾ ആരും തീർന്നിട്ടില്ല, നമ്മൾ വിജയത്തിലേക്കുള്ള പാതയിലാണ്. നമുക്കൊക്കെ നേടാൻ കഴിയും, നമുക്കതെല്ലാം. അതെ, വിശ്വാസമാണ് വേണ്ടത്. ആ ഒരു വിശ്വാസം നമുക്ക് കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും. അതെ, ആദ്യമൊക്കെ മക്കളൊക്കെ കുറച്ച് ഞാൻ പറയട്ടെ, മക്കളൊന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളെ ആക്കിയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നേനു അവരോട്. ഞാൻ അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഒറ്റക്കാവുമ്പോ ഞങ്ങൾ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. അവര് പോയാലും അവരെ കാര്യത്തിന് പോവാതിരിക്കൂല, അവര് കാര്യത്തിന് ചെയ്യണ്ടേന്നുള്ള തോന്നലിപ്പോ എനിക്ക് വന്നു. മറ്റത് അവരെന്തേലും പറയുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു അവരോട്. ഇപ്പൊ എന്റെ കൂടെ ഞാൻ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധം. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും കാര്യങ്ങളുമായിട്ട് ബിസിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആരും നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടത്, അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അല്ല, മക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യം ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും കുറവ് കിട്ടുന്നതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇപ്പൊ ബോധ്യായി. അതെ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് സമയമായിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് ഡിസിപ്ലിനെ പറ്റി സംസാരിച്ചു, ലിമിറ്റിംഗ് ബിലീഫ്സിനെ പറ്റി സംസാരിച്ചു, ടൈം മാനേജ്മെന്റിനെ പറ്റി സംസാരിച്ചു, അല്ലെ? ഡിസ്കസ് ചെയ്തു. കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഒന്നും സമയം ഉണ്ടാവില്ല, അടുത്ത സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇതിന്റെ ബാക്കിയായിട്ട് നാളെ എന്തായാലും ഞാൻ ഉണ്ടായിരിക്കും. 10 കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? ഇതിന്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് നാളെ തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവരും ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തുക. ഡെയിലി മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ മോർണിംഗിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം.